ബിജെപിയുടെ വിജയഗാഥ കേരളത്തിൽ തുടരുമെന്ന് ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ്. ശബരിമല സ്വർണ്ണക്കവർച്ചയിലെ കുറ്റക്കാർക്കെതിരായ ജനവിധിയാണിതെന്നും അദ്ദേഹം ജനം ടിവിയോട് പറഞ്ഞു. തിരുവനന്തപുരത്ത് നിന്നും ദിഷ്ണ സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരം കോർപ്പറേഷൻ അങ്ങനെ ബി.ജെ.പി പിടിച്ചെടുത്തിരിക്കുകയാണ്. എന്നോടൊപ്പം ഉള്ളത് പി.കെ. കൃഷ്ണദാസ് ആണ്. ഏവർക്കും സുപരിചിതനായ നേതാവ്. അയ്യപ്പന് വേണ്ടി ജനങ്ങൾ വിധി പറഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും അമ്പലക്കള്ളന്മാർക്ക് ഏറ്റ വൻ തിരിച്ചടിയാണ് LDF-നുണ്ടായ പരാജയം. മാത്രമല്ല തീവട്ടിക്കൊള്ള, അഴിമതി, അതേപോലെ വികസന വിരുദ്ധത, ഇവയ്ക്കെല്ലാം എതിരായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടി LDF-ന്റെ അഹന്തക്കും ധിക്കാരത്തിന്റെയും രാഷ്ട്രീയത്തിനെതിരായ ജനവിധി കൂടിയാണിത്. ഭാരതീയ ജനതാ പാർട്ടിയും NDA ഉയർത്തിപ്പിടിച്ച വിശ്വാസവും വികസനവും ഇതിനനുകൂലമായ ജനവിധിയാണ്. NDAയുടെ രാഷ്ട്രീയ പ്രചരണത്തിന് അല്ലെങ്കിൽ NDA ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തിന് അനുകൂലമായ ജനവിധിയാണ്. തലസ്ഥാന നഗരിയിലുണ്ടായ ഈ തിളക്കമാർന്ന വിജയം വരാനിരിക്കുന്ന നാളുകൾ കേരളം മുഴുവൻ വ്യാപിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിന്റെ തലവര മാറ്റി എഴുതിയ ഒരു ജനവിധിയാണ് അനന്തപുരിയിൽ ഉണ്ടായിട്ടുള്ളത്, പൊതു കേരളത്തിലും ഉണ്ടായിട്ടുള്ളത്. ഈ UDF-ന്റെ വിജയം അത് താൽക്കാലികം മാത്രമല്ലേ? തീർച്ചയായിട്ടും UDF-ന് ഈ LDF-ന്റെ തീവട്ടിക്കൊള്ളക്കും ഈ മോഷണത്തിനെതിരായിട്ടുള്ള വികാരം അത് മുഖ്യ പ്രതിപക്ഷ കക്ഷി എന്നുള്ള നിലയിൽ UDF-ന് കുറച്ച് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അത് കേവലം താൽക്കാലികമാണ്. ജനങ്ങൾ വികസനത്തോടൊപ്പം അണിനിരക്കാൻ തയ്യാറാവും. BJP NDA അവതരിപ്പിച്ച വികസനത്തിന്റെ രാഷ്ട്രീയം, വികസിത കേരളം, ഈ മുദ്രാവാക്യത്തോടൊപ്പം നിൽക്കാൻ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും തയ്യാറാകും. അതിനുള്ള കാലഘട്ടമാണ് വരാൻ പോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും വികസിത കേരളം എന്ന BJPയുടെ NDAയുടെ ലക്ഷ്യത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ തയ്യാറാകും എന്നുള്ളതാണ് ഈ ജനവിധി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എന്തായാലും ഈ വിജയം അതുപോലെ തുടരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. വലിയ സന്തോഷത്തിലാണ് മാരാർജി ഭവൻ. അപ്പോൾ ഈ വിജയം ഇനിയും തുടരും എന്നത് തന്നെയാണ് പി.കെ. കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കന്മാർ പറയുന്നത്. ക്യാമറമാൻ വിജു M. സായിയോടൊപ്പം മാരാർജിയിൽ നിന്നും ദിഷ്ണ സുരേഷ്, ജനം, തിരുവനന്തപുരം.